അച്ഛൻ ആദ്യം പറഞ്ഞു, നിങ്ങൾ ദുരിതം അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ. നമുക്ക് ഈ ആരാധനയുടെ സമയങ്ങളിൽ എല്ലാം മറന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുങ്ങാം. ഒന്ന് കണ്ണുകളടച്ച്, കർത്താവേ, ഞാൻ ദുരിതം അനുഭവിക്കുന്ന വ്യക്തിയാണ്. കർത്താവേ, എൻ്റെ വീട്ടിലേക്ക് അവിടുന്ന് ഈ ആരാധനയിൽ എഴുന്നള്ളി വരണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരെയും ജീവിത പങ്കാളി, മക്കൾ, വിദേശങ്ങളിലും വിദൂരങ്ങളിലൊക്കെ ആയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം ഒരു നിമിഷം ദൈവകാര്യങ്ങളിലേക്ക് സമർപ്പിച്ച് നമ്മൾ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ വിദൂരങ്ങളിലായിരിക്കുന്ന നമ്മുടെ മക്കളുടെ അടുത്തേക്ക് ഈശോ കടന്നു വരും. മക്കളെ ഈശോ അനുഗ്രഹിക്കും. നമ്മുടെ കുടുംബങ്ങളെയും ദേശങ്ങളെയും എല്ലാം ഈശോ അനുഗ്രഹിക്കും. നമ്മുടെ പ്രിയമുള്ളവർ, വലിയ വിശ്വാസത്തോടെ നമ്മൾ ആരാധിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ഹൃദയത്തെ നമുക്ക് ഒരുക്കണം, ഹൃദയത്തെ ശാന്തമാക്കണം, കർത്താവിൻ്റെ സാമീപ്യം അനുഭവിക്കണം. അവിടുന്ന് അനുഗ്രഹിക്കാൻ വേണ്ടി സർവശക്തനായ ദൈവം എഴുന്നള്ളി വരും. അവിടുന്ന് നമ്മളെ സുഖപ്പെടുത്തും, നമ്മളെ അനുഗ്രഹിക്കും, നമ്മുടെ പ്രാർത്ഥന കേൾക്കും, നമ്മുടെ കണ്ണുനീരുകൾ അവിടുന്ന് സ്വീകരിക്കും. വിശ്വസിക്കാം, നമുക്ക് ഈ രാത്രിയിൽ ഇത് രക്ഷയുടെ ഒരു രാത്രിയാണ്. എന്നെ അനുഗ്രഹിക്കാൻ കാത്തിരിക്കുന്ന ഒരു രാത്രി, എന്നെ ഈശോ സ്വന്തമാക്കുന്ന ഒരു രാത്രി. ദൈവസന്നിധിയിലേക്ക്, കർത്താവേ, എൻ്റെ വീട്ടിലേക്ക് അവിടുന്ന് എഴുന്നള്ളി വരണമേ. പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ തലമുറയിലേക്ക് അവിടുന്ന് എഴുന്നള്ളി വരണമേ. കർത്താവേ, എൻ്റെ കുഞ്ഞുങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. നമുക്കൊന്ന് ശാന്തമായി മുട്ടുമേൽ നിന്ന് ആദരവോടെ ഈശോയെ നമ്മൾ സ്വീകരിക്കുകയാണ്. വലിയ ബഹുമാനത്തോടെ ഈശോയെ സ്വീകരിക്കുന്നു. ഭയഭക്തി ആദരവോടെ കർത്താവായ ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് സ്വീകരിക്കുന്നു. പാടി പ്രാർത്ഥിക്കാൻ ഒരുങ്ങാം. വലിയ ദൈവാരാധനയ്ക്ക് ഒരുങ്ങാം. വലിയ സ്തുതികൾക്കായി ഒരുങ്ങാം. ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കാം. കൊല്ലപ്പെട്ടവനേ, ജീവനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവകുഞ്ഞാടേ, ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനേ, ജീവനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ഒരുമിച്ച് പാടി. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. കരങ്ങൾ വീശി ആമേൻ, ആമേൻ. യേശുനാഥ, ആമേൻ, ആമേൻ. ദൈവപുത്ര, ആമേൻ, ആമേൻ. സർവശക്ത നിത്യപിതാവേ, ആമേൻ, ആമേൻ. യേശുനാഥ, ആമേൻ, ആമേൻ. ദൈവപുത്ര, ആമേൻ, ആമേൻ. സർവശക്ത നിത്യപിതാവേ, നിത്യപിതാവേ. ഇരുകരങ്ങൾ സ്തുതിച്ചേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശ്വരസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ദൈവസന്നിധിയിൽ എല്ലാവരും എഴുന്നേറ്റ് നിന്നുകൊണ്ട് കരം ഉയർത്തി എല്ലാവരും സ്തുതിക്കുക. നിങ്ങളായിരിക്കുന്ന ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുക. കരം ഉയർത്തി എല്ലാവരും സ്തുതിക്കുക. ആസന്ന മരണനായ യാക്കോബ് വടി ഊന്നി നിന്ന് ദൈവത്തെ ആരാധിച്ചതുപോലെ ആരാധിക്കുക. ആസന്ന മരണനായ യാക്കോബ് വടി ഊന്നി നിന്ന് ദൈവത്തെ ആരാധിച്ചതുപോലെ ആരാധിക്കുക. യേശുവിലേക്ക് നോക്കിക്കൊണ്ട് ആരാധിക്കുക. നിത്യപിതാവിനെ ആരാധിക്കുക. സ്തുതിച്ച് ആരാധിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രൂശിതനായവൻ ആരാധിക്കുക. ഉത്ഥാനം ചെയ്തവനെ ആരാധിക്കുക. പോരാ, നമ്മുടെ എല്ലാ വിഷമങ്ങളും, വേദനകളും, സങ്കടങ്ങളും, രഹസ്യ ദുഃഖങ്ങളും സമർപ്പിച്ച് ആരാധിക്കുക. തിരുസഭയെ സമർപ്പിച്ച് ആരാധിക്കുക. ആഗോള കത്തോലിക്ക സഭയെ പ്രത്യേകമായി സമർപ്പിച്ച്
മാർപ്പാപ്പ, കർദിനാൾമാര്, മെത്രാന്മാര്, വൈദികര്, വചന പ്രഘോഷകര്, ധ്യാന മന്ദിരങ്ങളെ സമർപ്പിച്ച് ആരാധിക്കുന്നു. ഈ ശാലോം ടെലിവിഷനെ സമർപ്പിച്ച് ആരാധിക്കുന്നു. ഇതിന് നേതൃത്വം കൊടുക്കുന്നവരെ സമർപ്പിച്ച് ആരാധിക്കുന്നു. ആരൊക്കെ എപ്പോഴൊക്കെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരെ സമർപ്പിച്ച് ആരാധിക്കുന്നു. ഈശോയെ, എല്ലാ കാലങ്ങളിലും ഇവിടെ നടന്ന നൈറ്റ് വിജിൽ പങ്കെടുത്ത ഓരോ മക്കളെ സമർപ്പിച്ച് ആരാധിക്കുന്നു. ഹല്ലേലൂയ. യൂതി യുവാക്കന്മാരെ, കുഞ്ഞു മക്കളും മധ്യവയസ്കര പ്രായമായവരെ സമർപ്പിച്ച് ആരാധിക്കുന്നു. കൃതജ്ഞത നിർഭരരായി ഉണർന്നിരുന്ന പ്രാർത്ഥിക്കുവിൻ. പ്രാർത്ഥനയിൽ അഭിഷേകം ലഭിക്കട്ടെ. പ്രാർത്ഥനയിലെ മടുപ്പ് വിട്ടുപോട്ടെ. വിളിച്ച് 3 പ്രാവശ്യം യേശുവേ എന്ന് വിളിച്ച്, യേശുവേ, യേശുവേ, യേശുവേ. ഈശോയിലേക്ക് നോക്കിക്കൊണ്ട് കരങ്ങളടിച്ചുകൊണ്ട് കരങ്ങളടിച്ച് ചേർന്ന് പാടി ആരാധിക്കുക. നമ്മുടെ വീടിരിക്കുന്ന സ്ഥലം, വീടിന്റെ 4 അതിരുകൾ, വസ്തുക്കൾ, വളർത്തുവകൾ, വാഹനങ്ങളെല്ലാം സമർപ്പിച്ച് ആരാധിക്കുന്നു. യേശുവിലേക്ക് നോക്കിക്കൊണ്ട് നിത്യപിതാവേ ആരാധന, നിത്യസത്യമേ ആരാധന, നിത്യാത്മാവേ ആരാധന, നിതാന്ത സ്നേഹമേ ആരാധന. നിത്യപിതാവേ ആരാധന, നിത്യസത്യമേ ആരാധന, നിത്യാത്മാവേ ആരാധന, നിതാന്ത സ്നേഹമേ. കരങ്ങൾ ഉയർത്തി കരങ്ങൾ അടിച്ചു. ആരാധന അങ്ങേക്ക് ആരാധന, 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 ആരാധന അങ്ങേക്ക് ആരാധന. നിത്യപിതാവേ ആരാധന, നിത്യസത്യമേ ആരാധന, നിത്യാത്മാവേ ആരാധന, നിതാന്ത സ്നേഹമേ ആരാധന. കരങ്ങൾ ശ്രദ്ധിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണുകൾ അടച്ചുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുക. സർവശക്തനും പിതാവുമായ ദൈവത്തിന്റെ നാമത്തിലും പുത്രനും കർത്താവുമായ ഈശോ മിശിഹായുടെ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടെ പരിശുദ്ധ കന്യാമത്തെ മുഖ്യവിശുദ്ധ മിഖായേലിന്റെ ഗബ്രിയേൽ റബ്ബാന്റെയും സകല മാലാഖമാരുടെയും സകല വിശുദ്ധരുടെയും രക്തസാക്ഷികളെയും വന്ദനയുടെയും മധ്യസ്ഥയിൽ ആസ്വദിച്ചുകൊണ്ട് വിശുദ്ധ മാമോദീസ പൗരോഹിത്യത്തിൽ എനിക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ കൃപയിലും ശക്തിയിൽ ആസ്വദിച്ചുകൊണ്ട് എല്ലാ തിന്മയുടെ ശക്തികളോടും അന്ധകാര ശക്തികളോടും ഞാൻ ആജ്ഞാപിക്കുകയും കൽപ്പിക്കുകയും ചെയ്തു. പൈശാചിക ശക്തികളെ, നാരിക ശക്തികളെ, തിന്മയുടെ ആധിപത്യങ്ങളെ, മന്ത്രവാദങ്ങളെ, ഗൂഢോത്രങ്ങളെ, സർപ്പങ്ങളെ, അശുദ്ധം, പാപങ്ങളെ, ശാപങ്ങളെ, കൈവിഷങ്ങളെ, ശക്തികളെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭവനങ്ങൾക്കോ സ്ഥാപനങ്ങൾക്കോ സ്ഥലങ്ങൾക്കോ വ്യക്തികൾക്കോ ഏതെങ്കിലും അസ്വസ്ഥത തടസ്സങ്ങളെ തകർച്ചുണ്ടാക്കുന്ന എല്ലാ ശക്തികളെയും സ്വാധീനങ്ങളെയും കർത്താവായ യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ നിങ്ങളെ ഞാൻ ശാസിക്കുകയും ബന്ധിക്കുകയും നിർവീര്യമാക്കുകയും ഞങ്ങളുടെ ഭവനങ്ങളും സ്ഥാപനങ്ങളും സ്ഥലങ്ങളിലും വ്യക്തികളിൽ നിന്നും ഇതിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളിൽ നിന്ന് ഉച്ചാരണം ചെയ്യും കർത്താവിന്റെ കുരിശിന്റെ പാദത്തിലേക്ക് അയക്കുകയും ചെയ്യുന്നു. ഇനിമേൽ ഞങ്ങളുടെ ഭവനങ്ങളിലോ സ്ഥാപനങ്ങളിലോ സ്ഥലങ്ങളിലോ വ്യക്തികളിലോ ഈ ശുശ്രൂഷ ആരൊക്കെ എപ്പോഴൊക്കെ കാണുന്നുണ്ടോ അവരിലോ പ്രവേശിച്ചു പോകുന്ന കർത്താവായ യേശുവിന്റെ തിരുരത്നം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭവനങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും സ്ഥലങ്ങൾക്കും വ്യക്തികൾക്കും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കൾക്കും സംരക്ഷക കവചമായിരിക്കട്ടെ. പരിശുദ്ധ കന്യാമരുടെ സകല മാലാന്മാരുടെയും വിശുദ്ധയും മാധ്യ സംരക്ഷണവും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭവനങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും സ്ഥലങ്ങൾക്കും വ്യക്തികൾക്കും കാവലായിരിക്കട്ടെ. അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ സദ്യ ഞങ്ങളുടെ ഭവനവും സ്ഥാപനവും സ്ഥലങ്ങളും വ്യക്തികളും അനുഗ്രഹിക്കപ്പെട്ട് അങ്ങേക്കും അങ്ങനെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതിയും സ്തോത്രം സമർപ്പിക്കാൻ ഇടയാവുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. വിളിച്ചൻ 3 പ്രാവശ്യം യേശുവേ എന്നൊന്ന് വിളിച്ചൻ. യേശുവേ, യേശുവേ, യേശുവേ. കരങ്ങളടിച്ച് ആരാധിക്കുക. ആരെയും ശ്രദ്ധിക്കേണ്ടതില്ല. യേശുവിനെ ആരാധിക്കുക. ഹൃദയം തുറന്ന്, മനസ്സ് തുറന്ന് ആരാധിക്കുക. തുറന്നൊരു കുമ്പസാരം നടത്താൻ തീരുമാനത്തെ ആരാധിക്കുക. കുർബാനയെ സമർപ്പിച്ച് ആരാധിക്കുക. സൃഷ്ടികളെല്ലാം സൃഷ്ടാവിനെ ആരാധിച്ചിടുവിൻ, ഭൂവാസികളെ ദൈവപുത്രനെ ആരാധിച്ചിടുവിൻ. സൃഷ്ടികളെല്ലാം സൃഷ്ടാവിനെ ആരാധിച്ചിടുവിൻ, ഭൂവാസികളെ ദൈവപുത്രനെ ആരാധിച്ചിടുവിൻ. അവനല്ലോ ഏകരക്ഷകൻ, അവനല്ലോ ഏകനായകൻ, അവനല്ലോ ജീവദായകൻ,
അവനല്ലോ ഏകനായകൻ. പാടിയൻ. അവനല്ലോ ജീവദായകൻ, അവനല്ലോ കരങ്ങൾ ഉയർത്തിച്ച് ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന. നിത്യപിതാവേ ആരാധന, നിത്യസത്യമേ ആരാധന, നിത്യാത്മാവേ ആരാധന. നിതാന്ത സ്നേഹമേ ആരാധന. ഇരു കരവും സ്തുതിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഭാഷയുള്ള ഒരു ഭാഷ ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ദൈവം ദൈവമായതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുക. എന്റെ കർത്താവ് എന്ന സർവ്വസിദ്ധനായ ദൈവമാണ് പിതാവ്. ദുഷ്ടൻ അടിമകളാക്കി വെച്ചിരിക്കുന്ന ഞാൻ സഹോദരി സഹോദരന്മാരുടെ വിമോചന മുഖ്യ ദൂതമായ മെഗാന്റെ ഗബ്രിയേലിന്റെ റഫാലിന്റെ സഹായം ആദ്യസ്ഥേക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ സകല വിശുദ്ധരും ഞങ്ങളുടെ സഹായത്തിന് വേണ്ടുമേ. ഉൽക്കണ ദുഃഖത്തിൽ അടിമത്തുന്ന കർത്താവിനെ മോചിപ്പിനെ യാചിക്കുന്നു. ഉറപ്പിലും ജടിക സ്പർദ്ധയിൽ നിന്ന് കർത്താവിനെ മോചിപ്പിനെ യാചിക്കുന്നു. അസൂയയിലും കോപത്തിലും മരണ ചിന്തകളിൽ നിന്ന് കർത്താവ് ഞങ്ങൾ മോചിപ്പിനെ യാചിക്കുന്നു. ആത്മഹത്യ ഭ്രൂണഹത്യയിലുള്ള ചിന്തകളിൽ നിന്ന് കർത്താവ് മോചിപ്പിനെ യാചിക്കുന്നു. എല്ലാത്തിലുള്ള പാപകരമായ ലൈംഗികതയിൽ നിന്ന് കർത്താവ് മോചിപ്പിനെ യാചിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിലെ ഭിന്നതയിൽ നിന്ന് കർത്താവ് മോചിപ്പിനെ യാചിക്കുന്നു. എല്ലാ ചീത്ത കൂട്ടുകെട്ടിൽ നിന്ന് കർത്താവ് മോചിപ്പിനെ യാചിക്കുന്നു. സകല കുടോത്രങ്ങളും ശുദ്രപത്രം മന്ത്രവാദത്തിലെ ആഭിചാര ക്രിയകളിൽ നിന്ന് കർത്താവ് മോചിപ്പിനെ യാചിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് സമ്മാനം തന്നിട്ട് പോകുന്നു, എന്റെ സമ്മാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു എന്നരുൾ ചെയ്ത കർത്താവേ, കന്യാമറിയത്തിന് മധ്യസ്ഥതയ എല്ലാ ശുദ്രബോധനം മോചനം നേടി അങ്ങയുടെ സമ്മാനം ഞങ്ങൾ ആസ്വദിക്കട്ടെ. ഞങ്ങൾ നാഥനായ യേശു ക്രിസ്തുവിന്റെ നാമത്തില് ആമേൻ. വിളിച്ചേ 3 പ്രാവശ്യം യേശുവേ എന്ന് വിളിച്ചേ. യേശുവേ യേശുവേ യേശുവേ. കരങ്ങളടിച്ചുകൊണ്ട് കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം രക്ഷ പ്രാപിക്കും. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് കരങ്ങൾ വീശിയടിക്കും. ശക്തിയോടെ കരങ്ങളടിച്ച് രോഗം മാറും, ക്ഷീണം മാറും. ആരാധിക്കുമ്പോൾ ശക്തിയോടെ കരങ്ങളടിച്ച് ആരാധിച്ച് ഇസ്രായേലിൻ നായകനെ ആരാധിച്ചിടുവിൻ, ഇരുളകിച്ചിടും പൊൻപ്രഭയെ ആരാധിച്ചിടുവിൻ. ഇസ്രായേലിൻ നായകനെ ആരാധിച്ചിടുവിൻ, ഇരുളകിച്ചിടും പൊൻപ്രഭയെ ആരാധിച്ചിടുവിൻ. അവനല്ലോ ഏകരക്ഷകൻ, അവനല്ലോ ഏകനായകൻ, അവനല്ലോ സൗഖ്യദായകൻ, അവനല്ലോ രാജാധിരാജൻ, അവനല്ലോ ഏകരക്ഷകൻ, അവനല്ലോ ഏകനായകൻ, അവനല്ലോ സൗഖ്യദായകൻ, അവനല്ലോ രാജാധി. കരങ്ങൾ ഉയർത്തി കരങ്ങൾ അടിച്ച് ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന. നിത്യപിതാവേ ആരാധന, നിത്യസത്യമേ ആരാധന, നിത്യാത്മാവേ ആരാധന, നിതാന്ത സ്നേഹമേ. കരങ്ങൾ ഉയർത്തി കരങ്ങൾ അടിച്ച് ആരാധന അങ്ങേക്ക് ആരാധന, 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 ആരാധന അങ്ങേ. കരങ്ങൾ വീശി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ജീവനോടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇരു കരങ്ങൾ സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ. കണ്ണുകൾ അടച്ചുകൊണ്ട് അല്പസമയം സ്തുതിച്ച് പ്രാർത്ഥിക്കുക. കണ്ണുകൾ അടച്ചുകൊണ്ട് സ്തുതിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവേ, പിതാവായ ദൈവമേ, പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, അമലോത്ഭവ മറിയമേ, മാലാഖമാരെ, മുഖ്യ ദൂതന്മാരെ, സ്വർഗത്തിൽ വിശുദ്ധരെ, ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക് ആരൊക്കെ എപ്പോഴൊക്കെ ഈ ശുശ്രൂഷ കാണുന്നുണ്ടോ അവരിലേക്ക് ഇറങ്ങണമേ. ഞങ്ങളെ ശക്തിപതനെ, സഹായിക്കണേ, സംരക്ഷിക്കണേ, വിശുദ്ധീകരിക്കണേ, രൂപാന്തരപ്പെടേ, തിരത്തെത്താൻ കഴിയണമേ. സകല ശുദ്ര മന്ത്രവാദ ആഭിചാര കുടോത്ര ദുഷിദോഷം ഐശാചക പീഡന ബാധകള് ഞങ്ങളുടെ കുടുംബത്തിനും കൂട്ടായ്മ കണ്ടുകൊടുത്ത് ദൂരേറ്റണമേ. പാപകരമായ സകലതും അസൂയ, ചതി, വഞ്ചന ഞങ്ങൾ നിന്നേക്കുമായി വിട്ടുപോട്ടെ.
സർവശതന ദൈവത്തിന്റെ ശതിയ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും പരിശുദ്ധ കന്യാമറിയ ശക്തിയുടെയും അധിഷ്ഠാനം മികാരപ്പ ഗബ്രിയേൽ മാലാഖമാരുടെ ശതമാന ശാന്ത സമശത്താലും ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും കുടുംബത്തിലും വ്യക്തിത്വത്തിലും സമൂഹത്തിലെ എല്ലാ തിന്മകളും വെള്ളത്തിലൂടെ വായിലൂടെ വസ്ത്രത്തിലൂടെ ഭക്ഷണം കടന്നു വന്ന മാനസികമോ ശാരീരിക ആത്മീയമായുള്ള മാനസികമോ പ്രാപ്തിയും പൈശാചികമായ സകല ബന്ധനങ്ങളും മത്തായി 4:10 ലൂക്ക 4:8 മർക്കോസ് 16:5 1 യോഹന്നാൻ 3:8 പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ വേണ്ടി ദൈവപുത്ര വന്ദിക്ക് 10 ശതിയ സകലവിധ പ്രകൃതിസ്വാമി ഇടിമിന് ഇടിവെട്ട് നാശനഷ്ടങ്ങള് വെറുപ്പ് ഉദ്ദേശം വാശി വൈരാ തർക്കം കലങ്ങൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികള് ജടിക ദിവ്യാസ് കോപാസ് ഭക്ഷണാസക്തി സ്വയം പോക്കം സവർക്കപോക്കം തെറ്റായ ബന്ധങ്ങൾ സ്നേഹങ്ങൾ വ്യഭിചാര ദുർഭൂതം അഹങ്കാര അസൂയ അലസ മോഹം കോപം കൊതി വിവാഹതടസ്സം ജോലിതടസ്സം വിൽപ്പനാസം യാത്രാസം പണാസം കോടതിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് കണ്ണ് മൂക്ക് ചെവി നാക്ക് തൊക്ക് ആദ്യം ഭാഗ്യം ചെറുതുറവ് രോഗപീഠകള് അമിതമായ ഭയം ദുഃഖം നിരാശ അപകർഷതാബോധം കുറ്റബോധം ലജ്ജ തൊട്ടാവാടി സ്വഭാവം വിശ്വാസക്കുറവിന്റെ ദുരാത്മാവ് ക്ഷമിച്ച് പ്രാർത്ഥിക്കുക സ്തുതിച്ച് പ്രാർത്ഥിക്കുക മധുരം വായിക്കുക ജൗമാചല തടസ്സങ്ങൾ രോഗശാന്തി തടസ്സങ്ങൾ സന്ദേശങ്ങൾ തടസ്സങ്ങൾ വന്യജീവികളുടെ ശുദ്രജീവികളുടെ ആക്രമണങ്ങൾ അതിന് പിൻവലിക്കുക പൈശാചിക അരിപ്പി അന്ധകാര ശക്തികൾ സാത്താൻ ശക്തികൾ ദുഷ്ട ശക്തികളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു യേശു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു യേശു നാമത്തിൽ ഞാൻ ബഹിഷ്കരിക്കുന്നു ഈശോയെ കുരിശിനെ അടിപ്പായിക്കുന്നു ഇനി മേലൊരിക്കലും ഞങ്ങളുടെ കുടുംബത്തിലെ കൂട്ടായ്മയിലോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ പ്രവേശിച്ചു വന്ന സാത്താനെ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു 83 സങ്കീർത്തനത്തിന്റെ അഭിഷേകം തരണമേ കർത്താവേ ഇസ്രായേലിന്റെ വൈരികളെ നശിപ്പിക്കണമേ ദൈവമേ ഇസ്രായേലിന്റെ വൈരികളെ നശിപ്പിക്കണമേ കർത്താവേ വിളിച്ച് 3 പ്രാവശ്യം പരിശുദ്ധാത്മാവേ എന്ന് ഉച്ചത്തിലൊന്ന് വിളിച്ച് പരിശുദ്ധാത്മാവേ 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 വിടുതലിന്റെ ആത്മാവേ ശക്തിയുടെ ആത്മാവേ സ്നേഹത്തിന്റെ ആത്മാവേ പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു കരങ്ങളടിച്ചുകൊണ്ട് ശക്തിയോടെ കരങ്ങളടിച്ച് ശബ്ദത്തിൽ കരങ്ങളടിച്ച് പുരുഷന്മാരും സ്ത്രീകളും കരങ്ങൾ വീശടിച്ചുകൊണ്ട് ആത്മാവ് നിറയാൻ വേണ്ടി ആഗ്രഹിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. ഉന്നതത്തിൽ നിന്നും അഗ്നിനാളമായി ആത്മാവേ വരണേ പുറകെട്ടുപോയ ഉപ്പായ എന്നെ പുറകൂട്ടിയിടണമേ പാടിയ ഉന്നതത്തിൽ നിന്നും അഗ്നിനാളമായി ആത്മാവേ വരണേ പുറകെട്ടുപോയ ഉപ്പായ എന്നെ പുറകൂട്ടിയിടണമേ കനലുകളൂതി തീയാക്കും എന്റെ കുറവുകളെല്ലാം നിറവാക്കും പടേ കനലുകളൂതി തീയാക്കും എന്റെ കുറവുകളെല്ലാം കരങ്ങൾ ഉയർത്തി കരങ്ങൾ അടിച്ച് ആത്മാവേ റൂഹായേ എന്നിൽ കത്തി പടരണമേ ആത്മാവേ റൂഹായേ എന്നിൽ കത്തി പടരണമേ ചേർന്ന് ആത്മാവേ റൂഹായേ എന്നിൽ കത്തി പടരണമേ പാടി ആത്മാവേ റൂഹായേ എന്നിൽ കത്തി പടരണമേ പുതിയൊരു ജനനം നൽകണമേ പുതിയൊരു ജനനം നൽകണമേ ഉന്നതത്തിൽ നിന്നും അഗ്നിനാളമായി ആത്മാവേ വരണേ പുറകെട്ടുപോയ ഉപ്പായ എന്നെ പുറകൂട്ടിയിടണമേ കരങ്ങൾ താഴ്ത്തി കരങ്ങൾ അടിച്ച് ആത്മാവിന്റെ അഭിഷേകത്തെ തിരയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കരങ്ങൾ അടിച്ച് ജഡമോഹങ്ങളിൽ വലയും ഞങ്ങളിൽ പുതിയൊരു ജനനം നൽകണമേ ജഡമോഹങ്ങളിൽ വലയും ഞങ്ങളിൽ പുതിയൊരു ജനനം നൽകണമേ നിർമ്മലമായൊരു ഹൃദയം നൽകി പുതിയൊരു ജീവിതമേകാ നിർമ്മലമായൊരു ഹൃദയം നൽകി പുതിയൊരു ജീവിതമേകാ ജഡമോഹങ്ങളിൽ വലയും ഞങ്ങളിൽ പുതിയൊരു ജനനം നൽകണമേ പാടി ജഡമോഹങ്ങളിൽ വലയും ഞങ്ങളിൽ പുതിയൊരു ജനനം നൽകണമേ നിർമ്മലമായൊരു ഹൃദയം നൽകി പുതിയൊരു ജീവിതമേകാ നിർമ്മലമായൊരു ഹൃദയം നൽകി പുതിയൊരു ജീവിതമേകാ ആത്മാവേ കൃപയേകണമേ വരദാനങ്ങൾ നൽകണമേ പാടിയ ആത്മാവേ കൃപയേകണമേ വരദാനങ്ങൾ കരങ്ങൾ ഉയർത്തി കരങ്ങൾ
കരങ്ങളടിച്ച് ആത്മാവേ റൂഹായേ എന്നിൽ കത്തി പടരണമേ. പാടിയേ. ആത്മാവേ റൂഹായേ എന്നിൽ കത്തി പടരണമേ. പാടിയേ. ആത്മാവേ റൂഹായേ എന്നിൽ കത്തി പടരണമേ. പുതിയൊരു ജനനം നൽകണമേ. ഉന്നതത്തിൽ നിന്നും അഗ്നിനാളമായി ആത്മാവേ വരണേ. പുറകെട്ടുപോയ ഉപ്പായ എന്നെ പുറകൂട്ടിയിടണമേ. പാടിയേ. ഉന്നതത്തിൽ നിന്നും അഗ്നിനാളമായി ആത്മാവേ വരണേ. പുറകെട്ടുപോയ ഉപ്പായ എന്നെ പുറകൂട്ടിയിടണമേ. കനലുകളൂതി തീയാക്കൂ എന്റെ കുറവുകളെല്ലാം നിറവാക്കൂ. കനലുകളൂതി തീയാക്കൂ എന്റെ കുറവുകളെല്ലാം നിറവാക്കൂ. കരങ്ങളുയർത്തി. ആത്മാവേ റൂഹായേ എന്നിൽ കത്തി പടരണമേ. ആത്മാവേ റൂഹായേ എന്നിൽ കത്തി. കരങ്ങൾ വീശി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ഇരുകരങ്ങൾ ഉയർത്തി ശംഖുപൊട്ടി വിളിക്കട്ടെ. യേശുവേ. ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിച്ച് വാ തുറന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. കണ്ണുകൾ അടച്ചുകൊണ്ട് സ്തുതിക്കുക. പുരുഷന്മാരും സ്ത്രീകളും അവരുടെ പവിത്രമായ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാവരും ഹല്ലേലൂയ പറഞ്ഞ് വേഗത്തിൽ ഉച്ചത്തിൽ സ്തുതിക്കുക. എല്ലാവരും സ്തുതിച്ച് പോരല്ലോ പോരല്ലോ സ്തുതിപ്പ് പോരല്ലോ. ആലുലി 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 ആലുലി. വേഗത്തിൽ ഹല്ലേലൂയ പറഞ്ഞ് ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞ് യുവതിയുവാക്കന്മാർക്ക് ഹല്ലേലൂയ പറഞ്ഞ് കൊച്ചുകുട്ടികളെ ഹല്ലേലൂയ പറഞ്ഞ് പ്രായമായവർക്ക് ഹല്ലേലൂയ പറഞ്ഞ് മധ്യവയസ്കരെ ഹല്ലേലൂയ പറഞ്ഞ് തകർച്ചകൾ ബലഹീന രോഗങ്ങളും ദുരിതങ്ങളൊക്കെ സ്തുതിച്ച് ജപമാല കൃപ ലഭിക്കട്ടെ. മധ്യസ്ഥ പ്രാർത്ഥന വരങ്ങൾ ലഭിക്കട്ടെ. പോരാ സ്തുതിച്ചല്ലേ സ്തുതിച്ച് പ്രാർത്ഥിച്ച് ആലുലി 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 ആലുലി. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളും സ്തുതിച്ച് ആല ബാബ മാ ബാബ ബാബ ശബലത മാ ബാബ ബാബ ശബലത മാ ബഹല ബല ശബലത മാ ബകലത മാ ബാബ ശബലത മാ ബാബ 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 ശബഹല ബല ബാബ 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 ഓ ശബല ഹല ബല 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 ശിദിദിദി. എല്ലാവരും സ്തുതിച്ച് ശബലത മാ ബാത ബാത ബാബ ബാത ബാത ബലത. തളർന്നു പോകാതെ സ്തുതിച്ച് പ്രാർത്ഥിക്കും. ശബല ബന്ധനങ്ങൾ അഴിയുന്നവരെ സ്തുതിക്കുന്നു. കെട്ടുകൾ പൊട്ടുന്നവരെ സ്തുതിക്കുന്നു. ശിദിദിദി. അടഞ്ഞ വാലുകൾ തുറക്കപ്പെടുന്നവരെ സ്തുതിക്കുന്നു. ഉന്നതത്തിന് ശക്തി വരുന്നവരെ സ്തുതിക്കുന്നു. ദുഃഖം സന്തോഷമായി തീരുന്നവരെ സ്തുതിക്കുന്നു. ശബഹാല ബാല 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 ശബലത മാ ബാബ ബാല ശബഹാല ബാല 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 ബാല. ആത്മാവേ ആത്മാവേ വരണേ. ഉന്നതത്തിൽ നിന്നും അഗ്നിനാളമായി ആത്മാവേ വരണേ. ഉറകെട്ടുപോയ ഉപ്പായ എന്നെ ഉറകൂട്ടിയിടണമേ. കനലുകളൂതി തീയാക്കൂ എന്റെ കുറവുകളെല്ലാം നിറവാക്കൂ. കനലുകളൂതി തീയാക്കൂ എന്റെ കുറവുകളെല്ലാം കരങ്ങൾ ഉയർത്തി സ്വർഗത്തോളം ഉയർത്തി. ആത്മാവേ റൂഹായേ എന്നിൽ കത്തി പടരണമേ. ചേർന്ന് പാടിയേ. ആത്മാവേ റൂഹായേ എന്നിൽ കത്തി പടർ. സ്വരം ഉയർത്തി പാടിയേ. ആത്മാവേ റൂഹായേ എന്നിൽ കത്തി പടരണമേ. പുതിയൊരു ഹൃദയം നൽകണമേ.
പുതിയൊരു ഹൃദയം നൽകണമേ. സമൂഹം മുഴുവനും കണ്ണുകൾ അടയ്ക്കുന്നു. ഇരുകരങ്ങൾ യാചനാപുരം പിടിക്കുക. കണ്ണുകളടച്ച് ഇരുകരങ്ങൾ യാചനാപുരം പിടിച്ച് 2 4 പേര് കേൾക്കുന്ന സ്വരത്തിലെ ഹല്ലേലൂയ 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 പറഞ്ഞ എല്ലാവരും സ്തുതിച്ചേൻ. ഹല്ലേലൂയ ചെറിയ സ്വരത്തിൽ സ്തുതിക്കുക. ചെറിയ സ്വരത്തിൽ സ്തുതിക്കുക. ചെറിയ സ്വരത്തിൽ ശാന്തമായി സ്തുതിക്കും. കണ്ണുകൾ അടച്ചുകൊണ്ട് സ്തുതിക്കും. ശബഹാല ബാല 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 സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഷാജി എന്നൊരു പേര് കർത്താവ് തരുന്നുണ്ട്. ഷാജി എന്ന മകനോട് ശക്തമായി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരികയാണ്. മോളി എന്നൊരു പേര് തരുന്നു. സന്തോഷ് എന്നൊരു പേര് തരുന്നു. ഇവരോടൊക്കെ ശക്തമായി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. സ്തുതിക്കുന്നു. ലിജി എന്ന പേരുള്ള ഒരു മകനെയും ഡെസി എന്ന പേരുള്ള മകളെയും കർത്താവ് കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. മക്കളെ കുറിച്ച് ഉത്കണ്ഠപ്പെടേണ്ട, കർത്താവ് അത് മക്കൾക്ക് വേണ്ടി മക്കളെ അനുഗ്രഹിക്കുന്നു എന്ന് ഈശോ വെളിപ്പെടുത്തുന്നു. ലിസി എന്നൊരു പേര് തരുന്നു. ലിസി എന്ന മകളുടെ കണ്ണിന്റെ അസ്വസ്ഥത, കണ്ണുവേദന കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. മെയിൻ റോഡിൽ നിന്ന് 150 മീറ്റർ മുമ്പോട്ട് ഇടവഴിയിലൂടെ കടന്നു ചെല്ലുമ്പോൾ 2 വളവ് ആരംഭിക്കുന്നു. 2 വഴിയുടെ നടുഭാഗത്തുള്ള വടക്കോട്ട് ദർശനമുള്ള ഒരു വീടില് എല്ലാ അനാർത്ഥങ്ങളിൽ നിന്ന് അവരെ വിടുവിക്കുകയും ആ കുടുംബത്തെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നതായി കാണിച്ചു തരുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ശാന്തി എന്നൊരു പേര് തരുന്നു. ശാന്തി എന്ന മകളുടെ ആകുലത, അമിതമായ ആകുലത കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. റോസി എന്നൊരു പേര് തരുന്നുണ്ട്. റോസി എന്ന മകളുടെ നടുവേദന കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. സ്തുതിക്കുക. മൂത്രനാളിക്ക് വേദനയും വൃഷണത്തിലെ നീർക്കെട്ടുമുള്ള ഒരു മകനെ കർത്താവ് പൂർണ്ണമായി സൗഖ്യപ്പെടുത്തുന്നതായി കാണിച്ചു തരുന്നു. പല്ലുവേദന, പല്ലുവേദന, പല്ലിന് എപ്പോഴും കംപ്ലൈന്റ്, എപ്പോഴും ഡെന്റൽ ഡോക്ടറിനെ കാണാനേ സമയമുള്ളൂ. പല്ലുവേദനയും പല്ല് സംബന്ധമായ രോഗമുള്ളവർ പ്രാർത്ഥിച്ചോ കർത്താവ് ഈ സമയം അങ്ങനെയുള്ള വ്യക്തികൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. തൊണ്ടക്കുഴിക്ക് വലത് ഭാഗത്ത് തൊണ്ടയോട് ചേർന്നുള്ള വേദന കർത്താവ് പൂർണ്ണമായി എടുത്തു നീക്കുന്നു. അടയാളം ഇതാണ്. വലത് കാലിന്റെ മുട്ടിന് ചിരട്ടയ്ക്ക് ഉള്ളിലൊരു വേദന അനുഭവപ്പെടുന്നു. കർത്താവ് പൂർണ്ണമായി സൗഖ്യപ്പെടുത്തുന്നതായി കാണിച്ചു തരുന്നു. ഒരു കുട്ടിക്ക് അടുപ്പിച്ച് പനി വരുന്ന ഒരു കൊച്ചാണ്. ഒരു കൊച്ചിന് എപ്പോഴും പനിയാണ്. പനി മൂലം ക്ലാസ്സിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥ. ആ പനി ആ കുട്ടിയിൽ നിന്ന് കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. ഷോൾഡറുമായി ബന്ധപ്പെട്ട്, കൈയുടെ ഷോൾഡറുമായി ബന്ധപ്പെട്ട് നട്ടെല്ലുമായുള്ള തരിപ്പ്, അതായത് കാലോളം തരിപ്പ് വരുന്നു. അത് കർത്താവ് പൂർണ്ണമായി സൗഖ്യപ്പെടുത്തിയ മകനെ അവിടുന്ന് അനുഗ്രഹിക്കുന്നതായി കാണിച്ചു തരുന്നു. എബിൻ എന്ന മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ജോബി അല്ലെങ്കിൽ ജോബിൻ, ഈ വ്യക്തി, ആ പേരുള്ള വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ശക്തമായി പ്രാർത്ഥിക്കാനും ഈശോ സന്ദേശം തരുന്നു. 4 മക്കൾക്ക് സ്ഥലം വിറ്റു പോകാനുള്ള കൃപ നൽകുന്നു. പടിഞ്ഞാട്ടേക്ക് ദർശനമുള്ള ഒരു വീട് കർത്താവ് എടുത്തു കാണിക്കുന്നു. അതൊരു ബേബി എന്നൊരു പേരും കൂടെ കാണിച്ചു തരുന്നു. വീടും സ്ഥലവും വിറ്റു പോകുന്നതായി കാണിച്ചു തരുന്നു. വീടും സ്ഥലവും വിറ്റുപോകുന്ന സന്ദേശം വളരെ വ്യക്തമായിട്ട് തരികയാണ്. ദൈവ ശുശ്രൂഷകളെ ദശാംശം കൊടുത്ത് സഹായിക്കാനും കർത്താവ് അവരോട് ആവശ്യപ്പെടുകയാണ്. വെള്ളത്തിൽ വീണ് മരിക്കേണ്ടതായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. കർത്താവ് നിന്നെ രക്ഷപ്പെടുത്തിയത് ശുശ്രൂഷ വേലയ്ക്ക് വേണ്ടിയിട്ടാണ്. ദൈവത്തിന്റെ ആഗ്രഹപ്രകാരം ശുശ്രൂഷയിലേക്ക് കടന്നു വരാൻ ഈശോ ക്ഷണിക്കുകയാണ്. വീട് പണി തടസ്സമുള്ളവർ പ്രാർത്ഥിക്കുക. വീട് പണിത് പകുതിയായിട്ട് നിർത്തിയിരിക്കുകയാണ്. വീട് പണി പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല. ആ വീട്ടുകാരോട് പരിശുദ്ധ അമ്മയുടെ ജപമാല മുടങ്ങാതെ ചൊല്ലി പ്രാർത്ഥിക്കാൻ ഈശോ സന്ദേശം തരികയാണ്. ഒപ്പം തന്നെ ബന്ധന പ്രാർത്ഥന ചൊല്ലാനും ഈശോ ആവശ്യപ്പെടുന്നുണ്ട്. 7 മക്കൾക്ക് ശ്വാസകോശമായി സംബന്ധമായിട്ട് അസ്വസ്ഥത നേരിടുന്ന ശ്വാസം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ കർത്താവ് പൂർണ്ണമായി സൗഖ്യപ്പെടുത്തുന്നു. അതിൽ ബേബി എന്നൊരു പേര് കാണിച്ചു വരുന്നു. മേരി എന്ന പേരും കൂടെ കർത്താവ് വെളിപ്പെടുത്തുന്നു. കിഡ്നി സംബന്ധമായ രോഗമുള്ളവർ പ്രാർത്ഥിക്കുക. കിഡ്നി സ്റ്റോൺ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു കിഡ്നി സംബന്ധമായ രോഗിയോട് ശക്തമായി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരികയാണ്. അടുത്ത 2 മാസത്തിനുള്ളിൽ ഒരു സന്തോഷ വാർത്ത കർത്താവ് നിങ്ങളോട് പറയുന്ന സന്തോഷ വാർത്ത കേൾക്കാമെന്ന്. അതായത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് കർത്താവ് ഉദരത്തെ അനുഗ്രഹിച്ചിരിക്കുന്നതായി കാണിച്ചു തരുന്നു. ക്യാൻസർ രോഗികൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ പ്രാർത്ഥിച്ചോ. ക്യാൻസർ രോഗികൾ, ആമാശയ ക്യാൻസർ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഒരു ബ്ലഡ് ക്യാൻസർ രോഗിയെ കാണിക്കുകയാണ്.
വലിയ തീവ്ര വേദനയിലൂടെ കടന്നു പോകുന്ന ആ ബ്ലഡ് ക്യാൻസർ രോഗിയെ, ആ രോഗിയുടെ ബന്ധുക്കളോട് ശക്തമായ ആ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നു. ആ രോഗിയെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. കോഴിക്കോട് ബേബി ഉമ്മറുമായിട്ട് ബന്ധപ്പെട്ട ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ചികിത്സയിലായിരിക്കുന്ന ഒരു വ്യക്തി ഇവിടെയുണ്ട്. ആ വ്യക്തിക്ക് കർത്താവ് പൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിച്ചതിലേക്ക് കാണിച്ചു തരുന്നു. മുത്തപ്പൻ പുഴ എന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ആരോ ഈ കൂട്ടത്തിലുണ്ട്. ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. ലവ്ലി എന്ന മകളെ തൊട്ടനുഗ്രഹിക്കുന്ന ആ കുടുംബത്തിലെ ദാരിദ്ര്യം എടുത്ത് നീക്കുന്നതായി കാണിച്ചു തരുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു ടീച്ചർ, അധ്യാപികയായിരുന്ന, ഇപ്പോൾ ക്യാൻസർ രോഗം ബാധിച്ചിരിക്കുന്ന ഒരു ടീച്ചറിനെ കർത്താവ് സ്പർശിക്കുന്നതായിട്ടും സുഖപ്പെടുത്തുന്നതായിട്ട് കാണിക്കുന്നു. ശക്തമായി ക്യാൻസർ രോഗികളെ ഈ സമയം പ്രാർത്ഥിക്കുക. സ്നേഹ എന്നൊരു പേര് ഈശോ തരുന്നു. സ്നേഹയെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. സ്നേഹയോട് ഒരു തുറന്ന കുമ്പസാരം നടത്താൻ ആ മകൾക്ക് കർത്താവ് സന്ദേശം തരികയാണ്. ഇടത് കൈക്ക് വേദന അനുഭവമുള്ള ഒരു വ്യക്തിക്ക് 3 വർഷമായിട്ട് ഇടത് കൈ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആ വ്യക്തിക്ക് കർത്താവ് ബലം നൽകുന്നു. ഫിലിപ്പിൻ 4:13 തിരുവചനം കാണിച്ചു തരുന്നു. ഒരു ഗർഭിണിയെ കാണിക്കുകയാണ്. ആ ഗർഭിണിയുടെ ആകുലത, ടെൻഷൻ കർത്താവ് എടുത്തു മാറ്റുന്നു. സുഖപ്രസവം നൽകിയ ആ ഗർഭിണിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു, സ്തുതിക്കുന്നു. ഒരു ബേക്കറി കടയുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തിയെ കാണിച്ചു തരുന്നു. ആ വ്യക്തിയുടെ ആ കടയെ അവിടെ അനുഗ്രഹിക്കുന്ന കാണുന്നു. ദേവാലയത്തിൽ വന്ന് പരിശുദ്ധ കുർബാനയിൽ കൂടിയതിനു ശേഷം കട പോയി തുറക്കാൻ ഈശോ ആവശ്യപ്പെടുന്നു. ഒരു അഡ്വക്കേറ്റിനെ കർത്താവ് ഈ ശുശ്രൂഷയിൽ അനുഗ്രഹിക്കുന്നു. ഒരു പ്രൊഫസറിനെ കർത്താവ് ഈ സമയത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. 5ഓളം മക്കൾക്ക് ദൈവവചനം വായിക്കാനുള്ള തീക്ഷ്ണത നൽകി അനുഗ്രഹിക്കുന്നതായി കാണിച്ചു തരുന്നു. ഈ സമൂഹത്തിലെ കുറെ പേർക്ക്, ഇത് കണ്ടുപിടിക്കുന്ന പലർക്കും മധ്യസ്ഥ പ്രാർത്ഥന വരം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. 120 സഹോദരന്മാർ സമ്മേളിച്ചിരിക്കെ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് സമ്മേളിച്ചിരിക്കുമ്പോ അവർക്കുണ്ടായ ദൈവിക അനുഭവം, പരിശുദ്ധാത്മാവിന്റെ ഇടപെടലും ഈ ഗ്രൂപ്പിന് മുഴുവൻ ലഭിക്കുന്നതായി കാണിച്ചു തരുന്നു. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ചെവി സംബന്ധമായ രോഗമുള്ളവർ പ്രാർത്ഥിക്കുക. ചെവിയിൽ മൂളിച്ച, ചെവിയിൽ കേൾവിക്കുറവ് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. വിവാഹ തടസ്സമുള്ളവർ പ്രാർത്ഥിക്കുക. വിവാഹ തടസ്സങ്ങൾ കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. കണ്ണിന് കാഴ്ച ലഭിക്കാതെ, അത് കാഴ്ച കാണുന്നില്ല, ഇവിടെ ഇരിക്കുന്ന വൈദികനെ പോലും കാണാൻ പറ്റാതെ മങ്ങിയുള്ള വ്യക്തിക്ക് കർത്താവ് പരിപൂർണ്ണ സൗഖ്യം. 6ഓളം മക്കൾക്ക് കണ്ണിന് കാഴ്ചശക്തി നൽകി അനുഗ്രഹിക്കുന്നതായി കാണിച്ചു തരുന്നു. സ്തുതിക്കുന്നു. തലവേദന, നിരന്തരമായ തലവേദനയുടെ ഒരു വ്യക്തിക്ക്, അതായത് വലത് സൈഡ് തലയുടെ പുറകിലുള്ളൊരു തടുപ്പുണ്ട്, പൂർണ്ണമായി കർത്താവ് സൗഖ്യപ്പെടുത്തിയതായി കാണിച്ചു തരുന്നു. എല്ലാവരും സ്തുതിക്കുന്നു. യേശുവേ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കരമുയർത്തി എല്ലാവരും സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ അഭിഷേകം കർത്താവ് തരുന്നതിനോട് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയ നിറവ് തരുന്നതിനോട് നന്ദി പറയുന്നു. എല്ലാ തടസ്സങ്ങളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സമൂഹത്തിൽ എന്നേക്കുമായി വിട്ടുപോട്ടെ. ഈശ്വരസനയിൽ മുട്ടുകൾ കുത്താം. കരങ്ങൾ കുപ്പിപ്പിടിച്ച് ദിവികാണീശ്വരുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ഇരു കരങ്ങളും സ്വർഗത്തോളം ഉയർത്തിപ്പിടിച്ച് നിങ്ങൾക്ക് എന്തുമാത്രം സ്നേഹം ഈശോയിട്ടുണ്ടോ അത്ര ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞ് വേഗത്തിൽ ഉച്ചത്തിലൊന്ന് സ്തുതിച്ചേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പ്രാണപ്രിയൻ തൻ്റെ ചങ്കിലെ ചോരയാൻ എന്നെയും വീണ്ടെടുത്തു. കൃപയേ കൃപയേ വർണ്ണിപ്പാൻ അസാധ്യമേ അത്. കൃപയേ കൃപയേ വർണ്ണിപ്പാൻ അസാധ്യമേ അത്. നന്ദി യേശുവേ നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. നന്ദി യേശുവേ നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. നന്ദി യേശുവേ നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി.